നീ കഞ്ചാവാണോ? നിനക്കെന്ത് പ്രാന്താണോ? നിനക്ക് ഈ താടി മുടിയൊക്കെ വെട്ടി ഒരു മനുഷ്യനെ പോലെ നടന്നൂടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ കേട്ട് മടുത്ത് കഴിച്ചു. അപ്പൊ അതിനെല്ലാം ഉള്ള ഉത്തരം ഇന്ന് ഞാൻ തരാം. വാ. ഗൈസ്, പലരും മുടി വളർത്തുന്ന പല റീസൺ ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് ഒരു ക്രേസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് ഒരു ലുക്ക് ആയിരിക്കും. പക്ഷെ എന്റെ മുടി വളർത്തുന്നതിന്റെ റീസൺ ആണ് ഞാൻ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത്. 2022 ഏപ്രിൽ 20. ഞാൻ നോർമലി ഡെയിലി ഉണ്ടാകുന്ന പോലെ തന്നെ ഇങ്ങനെ ഫോണും കളിച്ചുകൊണ്ടാകുമ്പോഴാണ് എന്റെ ഫ്രണ്ട്, എന്റെ കൂടെ 8, 9, 10 മംഗൾപാടി സ്കൂളിൽ പഠിച്ച മുസ്തു എന്ന് പറയുന്ന ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ തുറന്ന് നോക്കിയിട്ടാകുമ്പോ ഞങ്ങളുടെ തന്നെ കൂടെ പഠിച്ച റായിസ് എന്ന് പറയുന്ന ചെക്കന്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. വീഡിയോ എന്ന് പറഞ്ഞാൽ അവന് ക്യാൻസറായി അതിന്റെ ട്രീറ്റ്മെന്റിന് ബേസ്ഡ് ആയിട്ടുള്ള പൈസ അയക്കാനുള്ള ചില വീഡിയോസ് ആയിരുന്നു അതിന്റെ ബാക്കി സാധനത്തിലൊക്കെ. പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയി. കാരണം അവന്റെ അപ്പത്തെ ഇതെന്ന് വെച്ചാൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മുടി മൊത്തം പോയി, ഫുള്ള് മുടിയൊന്നും ഇല്ല. ഞങ്ങൾ സ്കൂളിൽ കണ്ട ആളെ അല്ല. ഞങ്ങളൊരു +2 കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അവന്റെ ഏജ് അപ്പോൾ 17, 18 അത്രേ ഉള്ളൂ. അത്ര ചെറിയ പയ്യന് ക്യാൻസർ വന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. സോ ഞാൻ അന്ന് മുസ്തുവിന്റെ അടുത്ത് പറഞ്ഞ് ലൈക്ക് നീ പൈസ എന്തായാലും സെറ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ സെറ്റ് ആക്കുമെന്ന്. സോ ഞാൻ അന്ന് ഓക്കേടാന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് മുസ്തഖീം എന്നാണ് അവന്റെ പേര്. മുസ്ത എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ച് പറഞ്ഞ് പൈസ ഒന്നും വേണ്ട, കാരണം അവൻ പോയി എന്ന്. സത്യം പറഞ്ഞ ഭയങ്കര വിഷമായിരുന്നു. കാരണം ഞങ്ങളുടെ 17, 18 വയസ്സുള്ള ഒരുത്തൻ ഒന്നിച്ച് 8, 9, 10 പഠിച്ചതാണ് 3 കൊല്ലം. അല്ലാണ്ട് ഞാൻ അവനുമായിട്ട് വലിയ കമ്പനിയോ ഒന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്സോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒന്നിച്ച് പഠിച്ചു. പക്ഷെ എനിക്കത് അവൻ 17ാമത്തെ വയസ്സിൽ അങ്ങനെ ആയി എന്നറിഞ്ഞപ്പോ ഭയങ്കര വിഷമായി. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്റെ കയ്യിൽ അപ്പൊ ഗൂഗിൾ പേ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എനിക്ക് പൈസ ഞാൻ സെറ്റ് ആക്കുന്ന ഒരു ഗ്യാപ്പിൽ തന്നെ അവൻ പോയി എന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയി ഞാൻ. അപ്പൊ എന്താക്കാം, ഭയങ്കര വിഷമായി ഞങ്ങളുടെ ഒരു ഏജന്റ് അങ്ങനെ ആയപ്പോ. സോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഗൈസ്, ഞാൻ മുടി വളർത്തി ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്യുന്നു. സോ അന്ന് തൊട്ട് 2022 ഏപ്രിൽ 20 തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ മുടി വളർത്തുന്നതിന്റെ റീസൺ അതായിരുന്നു. കട്ട മുടി കട്ട தெரியுமாடா பையா டேய், நீ பாட்டு நீ ஏதோ ஒண்ணு பேசாதடா பையா டேய். ஐயோ அவனா ஒரு மோடா முட்டியும் பையா டேய். வேற யாரு அது? நான் தான் அந்த பையன் டேய். யாரா அந்த பையன்? நான் தான் அந்த பையன். யாரா அந்த பையன்? நான் தான் அந்த பையன். டேய் யாரா அந்த பையன்? டேய் நான் தான் அந்த பையன். டேய் யாரா அந்த பையன்? டேய் நான் தான் அந்த பையன். டேய் யாரா அந்த பையன்? யாரா அந்த பையன்? ഗൈസ്, അപ്പൊ ഞങ്ങളുടെ മുടി എന്താ ഇത്രേ വലുതുണ്ട്. ഏകദേശം 1 ഫീറ്റോളം ഉണ്ടാവും. 1 ഫീറ്റോളം ഉണ്ട് നമ്മുടെ മുടി. അപ്പൊ ഇത് ഞാൻ കൊടുക്കുന്ന ഡൊണേഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ ട്രൈ ആക്കാം കൊടുക്കാൻ എല്ലാരും. അപ്പൊ കണ്ട പുതിയ ലുക്ക് എന്താ എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും കൊടുക്കാം. നമുക്ക് ഇനി ഡൊണേറ്റ് ആക്കാം. വീട്ടിലേക്ക് എത്തി, വീട്ടുകാരെ സർപ്രൈസ് നോക്കാം. എല്ലാരും ഉണ്ട്. നീ അപ്പുറത്ത് റെഡിയോ? നീ പോ. From the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood. ഇവ കെട്ടിക്കൊണ്ടത് ഇത്ര ദിവസം. സോ ഞാൻ മുടി വളർത്തി ഇപ്പൊ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്ന് ഞങ്ങൾ മുടി ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോ ഇതിന്റെ ഇടയിൽ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് ഗൈസ്. 2 കൊല്ലം 7 മാസമായി 7 മാസമായി. കുറെ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്, കഞ്ചാവെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ എന്നെ കുറെ രീതിയിൽ ഡൗൺ ആക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ആരടുത്ത് ഞാൻ അന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ട്, എന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാനുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ആരടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ
മുടി ഡൊണേഷൻ എന്ന് പറയുന്ന കാര്യം കുറെ ആൾക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അത് ക്യാൻസർ പേഷ്യൻസിനാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. കീമിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ലോസ് ആവുന്നത്. അവർക്ക് ഹെയർ ലോസ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും. അതിന് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും. സോ ഞങ്ങളിങ്ങനെ ഹെയർ വളർത്തി അവർക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് അതിനെ ഒരു വിഗ് പോലെ ആക്കി അവർക്ക് ഒരു വിഗ് ആക്കിയാണ് അവർക്ക് വെക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വീണ്ടും കിട്ടാനും അവരുടെ ലൈഫിൽ ഒരു കിടലായി പോകാനുള്ള ഒരു മാർഗമാണ് അത്. അപ്പൊ അത് കുറെ പേർക്ക് അറിയത്തില്ല. ഓക്കെ, അത് കുറെ പേർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ റീസൺ അതാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് കാരണമാണ്, റൈസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഇങ്ങനെ ഒരു ഡൊണേറ്റ് ചെയ്യണം എന്നൊരു തോട്ട് എനിക്ക് വന്നത്. അപ്പോൾ നിങ്ങളും മാക്സിമം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ആരാണെങ്കിലും മാക്സിമം നിങ്ങളുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഒന്ന് ഞങ്ങൾക്ക് എന്തായാലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇതുവരെ കിട്ടുന്ന ഒറ്റ റവന്യൂ ഒന്നും കിട്ടില്ല, കിട്ടുന്നുണ്ടെങ്കിൽ അത് മൊത്തം ഞാൻ ചാരിറ്റിയിലോട്ട്, ക്യാൻസർ പേഷ്യൻസ് സഫർ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെന്തായാലും ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യും. നമുക്ക് ഇതിൽ നിന്ന് ഒരു രീതിയിലുള്ള പൈസ ഞാൻ ഈ വീഡിയോ നിന്നൊന്നും എടുക്കുന്നില്ല. എന്തുണ്ടെങ്കിൽ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ മെയിൻ ഈ ഒരു വീഡിയോയുടെ മോട്ടീവ് എന്ന് പറയുന്നത്. சில கண்களில் கண்ணீரில் அனுபவம் நீ சொல்லிக்காம இது சண்டியர்கள் பூமி ஒரு சண்டை என்று வந்து விட்டால் ஆயுதங்கள் சாமி Press of the trigger finger fist laying bullets in the mist not a day to be missed not a day to be missed ഇനി എന്നു കാണും ഞാൻ ഇതു നേരമേ ഇരവങ്ങ